ഇത് ശാസ്താംകോട്ട തടാകം. ഒരിക്കൽ മൃതിയുടെ വിസ്മൃതിയിലേക്ക് ഈ ജീവജല ശേഖരം താഴ്ന്നു തുടങ്ങിയപ്പോൾ ഈ തീരങ്ങളിൽ ഉയർന്ന രോദനങ്ങളുടെ അലയൊലികൾ ഇനിയും അടങ്ങിയിട്ടില്ല. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം സംരക്ഷിക്കപ്പെടണമെന്ന ആവശ്യത്തിന് പതിറ്റാണ്ടുകളോട് പഴക്കമുണ്ട്. മാറി മാറിയെത്തിയ ഭരണകർത്താക്കൾ ഈ അമൃതകുംഭത്തെ സംരക്ഷിക്കാൻ പല പ്രഖ്യാപനങ്ങളും നടത്തിയിരുന്നെങ്കിലും അവയെല്ലാം ജലരേഖകളായി. ശാസ്താംകോട്ടയിലെയും പടിഞ്ഞാറേ കല്ലടയിലെയും ചെറുപ്പക്കാരും പരിസ്ഥിതി സ്നേഹികളും പുരോഗമന ചിന്തകരും കൈകോർത്തതുകൊണ്ട് മാത്രമാണ് ഈ തടാകം അകാല ചരമം പ്രാപിക്കാതിരുന്നത്. ശാസ്താംകോട്ട ശുദ്ധജല തടാകത്തിൻ്റെ ഇന്നത്തെ അവസ്ഥയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, തടാകം അമിതമായിട്ട് മലിനീകരിക്കപ്പെടുന്നുണ്ടെന്നോ ജലചൂഷണം നടക്കുന്ന അതൊക്കെ വേറെ കാര്യങ്ങളാണ്. അത് നടക്കുന്നുണ്ട്. മലിനീകരണമൊന്നും അമിതമല്ലെങ്കിലും മലിനീകരണവും മണ്ണൊലിപ്പും എല്ലാം നടക്കുന്നുണ്ട്. പക്ഷേ പ്രധാനമായിട്ട് കൃത്യമായിട്ട് സംരക്ഷിക്കപ്പെടുന്നതിന് ചില സംവിധാനങ്ങൾ സജീവമാകേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ നിയമ സംവിധാനങ്ങൾ പോലും വേണ്ടത്ര സജീവമല്ല. ടൂറിസം പദ്ധതിക്ക് താണ്ട് ഇപ്പോൾ 1 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പദ്ധതികൾ വരുമ്പോൾ ഇക്കോ ടൂറിസം പദ്ധതിയാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാത്ത ടൂറിസത്തിനെ ഞങ്ങൾ പരിസ്ഥിതി പ്രവർത്തകർ അതിനെ അനുകൂലിക്കുന്നില്ല. കൂടുതൽ ആളുകൾ വന്ന ഒരു അമൃത ജലസ്രോതസ്സാണിത്. അതിനെ മലിനീകരിക്കുന്നതിനോട് ഞങ്ങൾക്ക് താല്പര്യവുമില്ല. പക്ഷേ നാട്ടുകാർക്ക് ഇതുകൊണ്ട് പ്രയോജനം ഉണ്ടായാൽ അവർക്ക് കൂടുതൽ ഇതിന് സംരക്ഷിക്കപ്പെടുന്നതിന് താല്പര്യം ഉണ്ടാകും. അത് കണക്കാക്കിയിട്ടാണ് നമ്മൾ ഈയിടെ കുറേ നാളുകളായിട്ട് ഇത് ഇക്കോ ടൂറിസം പ്രോജക്റ്റിൽ ഉൾപ്പെടണം എന്നാവശ്യപ്പെടുന്നത്. ഇപ്പോൾ സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച 1 കോടി രൂപയുടെ ജൈവ ടൂറിസം പദ്ധതി ഈ തടാകത്തിന്റെ പ്രതാപത്തിന് വഴിയൊരുക്കുമെന്ന പ്രതീക്ഷയിലാണ് പ്രദേശവാസികളും പരിസ്ഥിതി പ്രേമികളും. 21 മൊട്ടക്കുന്നുകൾക്കിടയിൽ ജീവജലം ചുരത്തിക്കിടക്കുന്ന ഈ തടാകത്തിന് കൃത്യമായൊരു രൂപമില്ല, വ്യക്തമായൊരു ഒറ്റക്കാഴ്ചയും. ആകാശക്കാഴ്ച മാത്രമാണ് അതിനൊരു അപവാദം. അമ്മയുടെ സ്നേഹം പോലെ നിർമ്മലവും നിഗൂഢവുമാണ് ഈ തടാകം. 12.69 ചതുരശ്ര കിലോമീറ്റർ വൃഷ്ടിപ്രദേശമുള്ള 3.75 ചതുരശ്ര കിലോമീറ്റർ ചുറ്റളവിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ ജലസംഭരണിക്ക് ഇനി പ്രതാപകാലമോ എന്നതാണ് നാടിന്റെ ചോദ്യം. കഴിഞ്ഞ കാലങ്ങളിലൊന്നും തടാകത്തിന് ചില്ലിക്കാശ് പോലും ബജറ്റ് വിഹിതമായി വകയിരുത്തിയിരുന്നില്ല. ചില മുഖ്യമന്ത്രിമാർ നേരിട്ട് ശാസ്താംകോട്ടയിലെത്തി ചില പ്രഖ്യാപനങ്ങൾ നടത്തി. ഒന്നും നടന്നില്ല. ജില്ലയിൽ ടൂറിസവുമായി ബന്ധപ്പെട്ട വലിയ സാധ്യതയാണ് ഈ ജലശേഖരത്തിന് ചുറ്റുമുള്ളത്. വിദേശ സഞ്ചാരികളും ആഭ്യന്തര സഞ്ചാരികളും മാത്രമല്ല, പ്രാദേശികമായി പോലും ജനങ്ങളെ ദിവസേന ഇവിടേക്ക് ആകർഷിക്കാൻ കഴിയും. ഈ തടാകത്തിലെ ചെറുഓളങ്ങളും കുന്നുകളും അവയെ ഉമ്മവയ്ക്കുന്ന ആകാശവും അവിടെ പ്രകൃതി നടത്തുന്ന ചിത്രവേലകളും ഈ കുറ്റിക്കാട്ടിലെ കിളികളുടെ കൊഞ്ചലും തഴുകിയെത്തുന്ന ഇളം തെന്നലും എല്ലാം ആസ്വദിച്ച് ഒരു തവണ നടന്നവർ വീണ്ടും ഇവിടേക്ക് എത്തുമെന്ന് ഉറപ്പാണ്. എത്ര ആസ്വദിച്ചാലും മടുക്കാത്തൊരു ആകർഷണീയത ഈ ഭൂമിക്കുണ്ട്. ജലജൈവ വിനോദ സഞ്ചാര പ്രവൃത്തികൾക്ക് ഒട്ടേറെ സാധ്യതകൾ ഇവിടെയുണ്ട്. സാംസ്കാരിക ടൂറിസത്തിനും ആത്മീയ ടൂറിസത്തിനും ആരോഗ്യ ടൂറിസത്തിനും അനന്ത സാധ്യതകളാണ് ശാസ്താംകോട്ടയിലുള്ളത്. സംസ്ഥാന സർക്കാർ അടുത്തിടെ പ്രഖ്യാപിച്ച ജൈവ വൈവിധ്യ ടൂറിസം സർക്യൂട്ടിൽ ഈ ജലശേഖരത്തെ ഒഴിവാക്കിയിരുന്നു. അഷ്ടമുടി, വേമ്പനാട് കായലുകൾക്ക് നോഡൽ ഓഫീസറെ നിയമിച്ചപ്പോൾ ശാസ്താംകോട്ട തടാകത്തെ പൂർണ്ണമായും തഴഞ്ഞു. 1997 മാർച്ച് മുതൽ ഇതുവരെ ശാസ്താംകോട്ട തടാകത്തിന്റെ സംരക്ഷണത്തിനായി പ്രഖ്യാപിച്ചത് 87 കോടി രൂപയുടെ 8 പദ്ധതികൾ. എല്ലാ പ്രഖ്യാപനങ്ങളും കടലാസിലൊതുങ്ങി. വിവിധ വകുപ്പുകൾ വഴി പ്രഖ്യാപിച്ച ഈ പദ്ധതികളൊന്നും ഫലം കാണാതെ പോയത് ഒരു നോഡൽ ഓഫീസർ ഇല്ലാത്തതിനാൽ കൂടിയാണ്. ഇപ്പോൾ ടൂറിസം പദ്ധതിക്കും ഇതേ ഗതി വരുമോ എന്നതും ആശങ്ക ഉയർത്തുന്നു. ഇതുവരെ ഒരുപാട് പദ്ധതികൾ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു അവസ്ഥ ഈ പുതിയ പദ്ധതിക്കും വരരുത് എന്നുള്ളതാണ്. കേന്ദ്രത്തിൻ്റെ ആയാലും ഇങ്ങനെ പല പദ്ധതികളും പല സംരക്ഷണ പരിപാടികളും ആവിഷ്കരിച്ചിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് തന്നെ ചില പത്രവാർത്തകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കോടിക്കണക്കിന് രൂപ ഇതിനു വേണ്ടി ചെലവഴിച്ച് കഴിഞ്ഞു. നമുക്ക് അങ്ങനെയുള്ള സാധാരണ മണ്ണ് സംരക്ഷണ പ്രവർത്തനങ്ങളൊന്നും അല്ലാതെ വേറെ പ്രത്യേകിച്ച് ഒന്നും ഇവിടെ എങ്ങും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള കൊള്ളകളോ കാര്യങ്ങളോ ഉണ്ടാവുകയാണെങ്കിൽ നമ്മളുടെ ശക്തമായ പ്രതികരണം ഉണ്ടാകും. അല്ലാത്ത തരത്തിലുള്ള എല്ലാ സംരക്ഷണ പ്രവർത്തനങ്ങളെയും ഞങ്ങൾ പൂർണ്ണ മനസ്സോടെ അംഗീകരിക്കുകയും മുന്നോട്ട് അതിന് സഹായത്തിന് കൂടെ നിൽക്കുകയും ചെയ്യും. റാംസർ സൈറ്റിൽ ഉൾപ്പെടുന്ന തടാകം 2002 ഓഗസ്റ്റ് 19 യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ചു. ശുദ്ധജല തടാകമായ ശാസ്താംകോട്ടയ്ക്ക് വേണ്ടത് പരിസ്ഥിതി സൗഹൃദമായ ടൂറിസം മോഡലാണെന്ന് തടാക സംരക്ഷണ സമിതിയും പരിസ്ഥിതി സ്നേഹികളും ചൂണ്ടിക്കാട്ടുന്നു. പെഡൽ ബോട്ടുകൾ,
തീരങ്ങളിൽ നടപ്പാത, സൈക്കിൾ പാതകൾ, കുട്ടികൾക്കായി പാർക്ക്, കഫേകൾ, സുരക്ഷാ ജീവനക്കാർ, മാലിന്യ സംസ്കരണ സംവിധാനം എന്നിവ ഇവിടെ വേണമെന്നും ഇവർ പറയുന്നു. ആത്മീയ ടൂറിസത്തെ ശാസ്താംകോട്ട തടാകവുമായി ബന്ധിപ്പിക്കാനാവും. തെക്കൻ കേരളത്തിലെ പ്രധാനപ്പെട്ട ആരാധനാലയങ്ങളായ ശാസ്താംകോട്ട ക്ഷേത്രവും മൗണ്ട് ഹൊറോബ് ആശ്രമവും ഈ തടാകത്തിന്റെ തീരത്താണ്. ഇവിടെ എത്തുന്ന വിശ്വാസികൾക്ക് മനസ്സിന് കുളിർമയേകുന്ന കാഴ്ചകൾ ഒരുക്കാൻ കഴിഞ്ഞാൽ തടാക തീരം ആത്മീയ ടൂറിസത്തിന്റെ ഹബ്ബായി മാറും. ആയുർവേദം ഉൾപ്പെടെയുള്ള മേഖലകളെ കൂടി കൂട്ടി പാരമ്പര്യ ചികിത്സാ സംവിധാനങ്ങളെ ഈ പൗരാണിക മണ്ണിൽ പരിപോഷിപ്പിച്ചാൽ ശാസ്താംകോട്ടയുടെ മുഖച്ഛായ തന്നെ മാറും. അതിന് ഇച്ഛാശക്തിയുള്ള ഭരണാധികാരികളുടെ ഇടപെടൽ ഉണ്ടാവണം. കളരി ഉൾപ്പെടെയുള്ള ആയോധന കലകളെ കൂടി അതോടൊപ്പം ചേർത്ത് വയ്ക്കാനായാൽ ഈ പ്രദേശത്തിന്റെ ഗരിമ വർദ്ധിക്കും. ഈ തടാക തീരത്തെ ആരോഗ്യ പരിപാലനത്തിലുള്ള ഇടമാക്കി മാറ്റാൻ കഴിഞ്ഞാൽ പ്രദേശവാസികളും ആഭ്യന്തര വിദേശ വിനോദസഞ്ചാരികളും ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് ഒഴുകിയെത്തും. തടാകത്തെ ചുറ്റി ഒരു നടപ്പാത നിർമ്മിച്ചാൽ പുലരികളിലും സായന്തനങ്ങളിലും ഇവിടേക്ക് നടക്കാൻ പ്രദേശവാസികളും എത്തും. ഓരോ കിലോമീറ്റർ ഇടവിട്ട് മിനി ജിംനേഷ്യങ്ങളും സ്ഥാപിക്കാം. എല്ലാ പ്രദേശവും CCTV ക്യാമറകൾ സ്ഥാപിച്ച് സുരക്ഷയൊരുക്കാനും കഴിയണം. സാംസ്കാരിക ടൂറിസത്തിന് ഇവിടെ ഒരു മാതൃകയുണ്ട്. അത് വികസിപ്പിച്ചാൽ മതിയാവും. ജില്ലാ പഞ്ചായത്ത് 1 കോടി രൂപ ചെലവാക്കി ശാസ്താംകോട്ട തടാകതീരത്ത് നടപ്പാക്കുന്ന സൗന്ദര്യവൽക്കരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിർമ്മിച്ച ജലമുഖമാണ് ആ മാതൃക. ശാസ്താംകോട്ട ക്ഷേത്രത്തിന് താഴെയുള്ള കടവിനോട് ചേർന്ന കൽപ്പടവുകൾക്കരികിലായി നിർമ്മിച്ചിരിക്കുന്ന കാത്തിരിപ്പ് കേന്ദ്രമാണ് ജലമുഖം എന്ന് പറയാം. ഓപ്പൺ എയർ ഓഡിറ്റോറിയമായി മാറ്റാവുന്ന ഒരു സ്റ്റേജ്. ക്ഷേത്രക്കടവിൽ വള്ളങ്ങൾ അടുപ്പിക്കുന്ന ഭാഗത്ത് സന്ദർശകർക്ക് സൗകര്യപ്രദമായി എത്തുന്നതിനുള്ള കൽപ്പടവുകളും നിർമ്മിച്ചിട്ടുണ്ട്. പഴയ കൽപ്പടവുകൾ പുതുക്കിപ്പണിത് ടൈലുകൾ ഒട്ടിക്കുകയായിരുന്നു. കൽപ്പടവുകളുടെ വശങ്ങളിൽ ഇരിപ്പിടങ്ങളും. തടാകത്തിലേക്കുള്ള റോഡിന്റെ വശങ്ങളിൽ 16 തൂണുകളിലും അലങ്കാര ദീപങ്ങളും സന്ദർശകർക്ക് വിശ്രമിക്കുന്നതിനായി സ്റ്റീൽ ബെഞ്ചുകളുമുണ്ട്. വിവാഹ ആവശ്യങ്ങൾക്കും മറ്റുമായി ഫോട്ടോ എടുക്കാൻ വരുന്നവർക്കുള്ള സെൽഫി പോയിന്റ്, തടാക ദുരന്തത്തിന്റെ ഭാഗമായുള്ള സ്മാരകം, വാക്ക് വേ എന്നിവയുടെ നിർമ്മാണം കൂടി പൂർത്തിയാവുന്നതോടെ പദ്ധതി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യും. സാംസ്കാരിക പരിപാടികൾക്ക് അനുയോജ്യമായി ഒരുപക്ഷെ കൊല്ലം ജില്ലയിൽ ഇത്രയും മനോഹരമായ ഒരിടം വേറെ ഉണ്ടാവില്ല. കവിയരങ്ങുകളും സാംസ്കാരിക സദസ്സുകളും ഡിബേറ്റുകളും ഉൾപ്പെടെ എന്തും നടത്താൻ കഴിയുന്ന മനോഹരമായ സ്ഥലം. ഇവിടെ സാംസ്കാരിക പരിപാടികൾ സംഘടിപ്പിക്കാൻ കഴിഞ്ഞാൽ തന്നെ സാംസ്കാരിക ലോകത്തിന്റെ ശ്രദ്ധാകേന്ദ്രമാകാൻ ശാസ്താംകോട്ടയ്ക്ക് കഴിയും. നമ്മുടെ ഈ തടാകത്തിൻ്റെ തീരത്തൊക്കെ നമുക്ക് പോയി നോക്കിയാൽ അറിയാം, പ്ലാസ്റ്റിക് കുപ്പികളും അല്ലെങ്കിൽ മദ്യപരുടെയും മയക്കുമരുന്ന് അങ്ങനെയൊക്കെ ഉള്ള സംഘങ്ങളൊക്കെ ഒരുപാട് വരുന്നു. അങ്ങനെ വന്ന് ഒരു അമിതമായിട്ട് ഇതിനെ ദുരുപയോഗം ചെയ്ത് നശിപ്പിക്കരുത് എന്നുള്ളതാണ് നമുക്ക് പ്രധാനമായിട്ട് ആവശ്യപ്പെടാനുള്ളത്. അപ്പോൾ അതിനുള്ള പദ്ധതികൾ കൃത്യമായിട്ട് വരണം. ഇവിടെയുള്ള ഇത് വേണം, ഇത് കാവലുണ്ടാവണം. അതാണ് പ്രധാനമായിട്ട്. തടാകം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി സാമൂഹ്യ വിരുദ്ധരുടെ സാന്നിധ്യമാണ്. ഈ തടാകത്തിന്റെ പല മുടികൾക്കിടയിലും ക്രിമിനൽ സംഘങ്ങൾ തമ്പടിക്കുന്നു. പോലീസ് സംഘത്തിന്റെ കണ്ണെത്താ തീരങ്ങളിലാണ് അവരുടെ കേന്ദ്രങ്ങൾ. CCTV ക്യാമറകൾ ഉൾപ്പെടെ സ്ഥാപിച്ച് ഈ സാമൂഹ്യ വിരുദ്ധ സംഘങ്ങളെ ഇവിടെ നിന്നും തുരത്തേണ്ടതും അത്യാവശ്യമാണ്.